ഇന്ന് നമ്മൾ നോക്കുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 ആലപ്പുഴ ജില്ലയിലാണ്. അപ്പം ഈ പുന്നപ്ര വയലാർ എന്നുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഇനി നമ്മൾ ഈ സമരത്തിൻ്റെ കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സർ CP ഭരണം തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ ഒരു പുതിയ രാജ്യമായിട്ട് തുടരുന്നുള്ള ഒരു നയം ആരെടുക്കുകയാണ്? സർ CP എടുക്കുകയാണ്. അപ്പം അതിനെതിരെയും അതുപോലെ തന്നെ എന്താണ്, തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം നടപ്പിലാക്കാൻ സർ CP മുന്നോട്ട് വരികയും അതിനെതിരെയും നടന്നിട്ടുള്ള സമരമാണിത് പുന്നപ്ര വയലാർ സമരം. ഈ അമേരിക്കൻ മോഡൽ ഭരണം വെച്ചിട്ട് എന്താണ്, ഇത് പ്രകാരം രാജാവിന് മാത്രമായിരിക്കും ദിവാനെ ചോദ്യം ചെയ്യാൻ പറ്റുക. ഇപ്പം നിലവിലെ ദിവാൻ ആരാണ്? സർ CP ആണ്. അപ്പം ഈ ഒരു അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം വരുമ്പോൾ സർ CPക്ക് എന്താണ്, എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അത് ആർക്കാണ്? നമ്മുടെ സിറ്റിസൺസിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല, മറിച്ച് രാജാവിന് മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റൂ. അപ്പം ഈ ഒരു റീസൺസ് കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് പുന്നപ്ര വയലാർ സമരം ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഈ പുന്നപ്ര വയലാർ എന്നുള്ള സ്ഥലങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആലപ്പുഴ ജില്ലയിലാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ വടക്കോട്ട് മാറി 30 കിലോമീറ്റർ മുകളിലായിട്ടാണ് നമ്മുടെ വയലാർ ഉള്ളത്. ഇനി ആലപ്പുഴ ജില്ലയിൽ നിന്ന് തെക്കോട്ട് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് പുന്നപ്ര ഉള്ളത്. വയലാർ എന്ന് പറയുന്നത് ചേർത്തല താലൂക്കിലും അതുപോലെ തന്നെ പുന്നപ്ര എന്ന് പറയുന്നത് അമ്പലപ്പുഴ താലൂക്കിലുമാണ് ഉള്ളത്. ഇനി ഈ ഒരു കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1946 ഒക്ടോബർ 24 പുന്നപ്രയിൽ വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു പുന്നപ്രയിൽ ഒക്ടോബർ 24 എന്താണ്, 200ഓളം ആളുകൾ മരിക്കുന്നുണ്ട്. പിന്നീട് ഇതെന്താണ്, ആലപ്പുഴയിലേക്ക് സ്പ്രെഡ് ആവുകയും അങ്ങനെ വയലാറിലേക്ക് ഈ ഒരു സമരം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം തുടങ്ങുന്നത് എവിടെയാണ് ഈ ഒരു പുന്നപ്ര വയലാർ സമരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പുന്നപ്രയിലാണ്. പിന്നീട് അത് വയലാറിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സമരത്തിലെ പ്രധാന നേതാക്കളെയാണ് പരിചയപ്പെടുന്നത്. K ശങ്കരൻ നാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, R സുഗതൻ, CK കുമാരപണിക്കർ, ഇവരൊക്കെയാണ് പ്രധാന നേതാക്കളായിട്ട് വരുന്നത്. അതിൽ CK കുമാരപണിക്കർ എന്ന് പറയുന്നത് വയലാർ സ്റ്റാലിൻ എന്നാണ് അറിയപ്പെടുന്നത്. കലാപം വയലാറിൽ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എന്താണ്, കലാപകാരികൾക്ക് വേണ്ട സജ്ജീകരണമൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? കുമാരപണിക്കർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നു. ഇനി ഈ ഒരു പുന്നപ്ര വയലാർ സമരത്തിലൂടെ ഈ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ശങ്കരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമാധാന ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് പരാജയമാവുന്നു. ശേഷം 1946 ഒക്ടോബർ 26 വരുമ്പോൾ ആലപ്പുഴ, ചേർത്തല എന്നിവിടങ്ങളിൽ എന്താണ്, സർ CP പട്ടാള ഭരണം ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒക്ടോബർ 26 തന്നെ വയലാറിൽ എന്താണ്, പോലീസ് വന്നിട്ട് എന്താണ്, വിപ്ലവകാരികൾക്ക് നേരെ വെടിവെക്കുകയാണ്. ഈ ഒരു കലാപം അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു വെടിവെപ്പിൽ 150ഓളം ആളുകൾ എന്താണ്, മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു പുന്നപ്ര വയലാർ സമരത്തിൽ നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ ഇതിലെ കുറച്ച് വിപ്ലവത്തിൻ്റെ പേരുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒക്ടോബർ വിപ്ലവം, തുലാം 10 സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, ഈ പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 1947 ഒക്ടോബർ 24, മലയാള മാസം വരികയാണെങ്കിൽ തുലാം 7. ഇനി എൻഡ് ചെയ്യുന്നത് 1947 ഒക്ടോബർ 27 മലയാള മാസത്തിലേക്ക് വരുമ്പം തുലാം 10. അതുകൊണ്ടാണ് ഇതിനെ തുലാം 10 വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യം നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ് സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇനി നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളിൽ ഒന്നാണ് എന്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഈ ഒരു സമരത്തിൻ്റെ സ്മാരകം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ കളവൻകോടിലാണ്. പിന്നീട് 1998 നമ്മുടെ ഭാരത സർക്കാർ എന്താണ്, പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ വർഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1998 ആണ്. ആ സമയത്ത് നമ്മുടെ PM എന്ന് പറയുന്നത് IG ഗുജാലാണ്. ഈ ഗുജാലിൻ്റെ സമയത്തായിരുന്നു കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നൊരു എക്സ്ട്രാ ഫാക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പം നമ്മുടെ പുന്നപ്ര വയലാർ ദിനമായിട്ടുള്ള ഒക്ടോബർ 27 എന്താണ്, ഈ ഒരു സമരം എൻഡ് ചെയ്യുന്ന ഡേ ആണല്ലേ. അപ്പം ആ ഒരു ദിവസത്തിൽ മരണപ്പെട്ട ഒരു മലയാള കവിയുണ്ട്, അതാണ് വയലാർ രാമവർമ്മ. അപ്പോൾ വയലാർ രാമവർമ്മ മരണപ്പെട്ടത് ഈ ഒരു ഒക്ടോബർ 27 പുന്നപ്ര വയലാർ ദിനത്തിലാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു സമരത്തിൽ എന്താണ്, നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമരത്തിൻ്റെ കോർട്ടിലേക്ക് വരുന്ന സമയത്ത് പുന്നപ്രയിലും വയലാറിലും നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ C കേശവനാണ്.
അടുത്തത് നമ്മൾ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ് പഠിക്കുന്നത്. ഉഷ്ണരാശി കടപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എഴുതിയിട്ടുള്ളത് KV മോഹൻ കുമാറാണ്. ഇദ്ദേഹത്തിന് 2018 ഈ ഒരു ബുക്കിന് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്തതാണ് വയലാർ ഗർജിക്കുന്നു. വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്നത് ഒരു കവിതയാണ്. അത് എഴുതിയിട്ടുള്ളത് P ഭാസ്കരനാണ്. അപ്പോൾ നമ്മളോടൊരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, വയലാർ ഗർജിക്കുന്നു എന്ന നോവൽ എഴുതിയത് P ഭാസ്കരനാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ശരിയാണെന്ന് വിചാരിക്കും. പക്ഷേ എന്താണ്, അത് നോവലാണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നത്, കവിതയാണ് ശരിക്കും. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ടിക്കിടാൻ വേണ്ടിയിട്ട്. അപ്പം വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്നത് കവിതയാണ്. അടുത്തത് ഉലക്ക എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് P കേശവദേവാണ്. ഇനി തലയോട് എഴുതിയിട്ടുള്ളത് അതും നോവലാണ്, തകഴിയാണ്. ഇനി പതാക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്, അത് എഴുതിയിട്ടുള്ളത് K സുരേന്ദ്രനാണ്. ഇനി നമ്മൾ ഈ അറബിക്കടലിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട് 2 കോട്ടുകൾ വേറെയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമോചന സമരത്തിൻ്റെ ഒരു കോട്ടായിരുന്നു, മുദ്രാവാക്യമായിരുന്നു വിദ്യാഭ്യാസ ബിൽ അറബിക്കടലിൽ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് അയിത്തം അറബിക്കടലിൽ കളയണം. അപ്പം അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഈ ഒരു വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം 1938 കാലയളവിൽ സർ CPയുടെ ദുർഭരണത്തെ വിമർശിച്ചിട്ട് ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിൻ്റെ പേരാണ് ധർമ്മരാജ്യം. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത ആ ഒരു ഇയറിൽ തന്നെ ഈ ബുക്ക് എന്താണ് നിരോധിക്കുന്നുണ്ട് സർ CP. കൂടാതെ ഇങ്ങനത്തെ ഒരു ബുക്ക് എഴുതിയതിന് നമ്മുടെ ബഷീറിനെ 2.5 കൊല്ലം ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ബഷീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം കോട്ടയത്ത് തലയോര പറമ്പിലാണ് ജനിക്കുന്നത്. ഇനി കുറേ ബുക്കുകൾ നമ്മൾ ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ പബ്ലിഷ് ചെയ്യണ്ടായി. അതൊന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ധർമ്മരാജ്യം നമ്മൾ പറഞ്ഞു ബഷീറാണ് എഴുതിയിട്ടുള്ളത്. ഇനി ധർമ്മരാജ്യം എന്ന് പറഞ്ഞ് മറ്റൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് സാമുവൽ മെറ്റിയറാണ്, ലാൻഡ് ഓഫ് ചാരിറ്റി. ഈ ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് ധർമ്മരാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള സാമുവൽ മെറ്റിയറിൻ്റെ ബുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് മനസ്സിലാവും. അടുത്തത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കാണ് നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ, അഥവാ തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതങ്ങൾ. ഇനി നമ്മൾ അടുത്ത ബുക്കിലേക്ക് വരികയാണ്. ധർമ്മരാജ എന്നുള്ള ബുക്ക് എഴുതിയത് CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 3 ചരിത്ര നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അതിലൊന്നാണ് എന്ത്, ധർമ്മരാജ. അടുത്തത് ധർമ്മരാജ നിരൂപണം എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വദേശാഭിമാനിയാണ് എഴുതിയിട്ടുള്ളത്. ധർമ്മപുരാണം എഴുതിയിട്ടുള്ളത് OV വിജയനാണ്. ധർമ്മം എന്നുള്ള ബുക്ക് എഴുതിയത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പം എന്താണ് ശരിക്കും ധർമ്മരാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറിൽ ഒരു ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹം ഭരിച്ചിരിക്കുമ്പോൾ തിരുവിതാംകൂർ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്, ധർമ്മരാജ്യം എന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഒന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് നമ്മൾ പുന്നപ്ര വയലാർ സമരത്തിൽ പഠിക്കുന്നത്.